Hello, dear friends. Welcome back to our channel. Our channel Live Yoga Studio, and I am Ami Humayun. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ക്ലാസ് അല്ല, സെഷൻ, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ. അപ്പൊ ഞാൻ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആഫ്റ്റർ വർക്ക് യോഗ. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ യോഗ. ഓക്കെ, എങ്ങനെ അതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, യോഗ അതിനെങ്ങനെ യൂസ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾക്കിപ്പം നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലുള്ള ജോലിക്ക് പോകുന്നവരായിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ 9 to 5 ജോബിന് പോകുന്നവരായിരിക്കും. അതല്ല ബിസിനസ് ചിലപ്പോൾ റൺ ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിരിക്കും. അങ്ങനെ പല ഡിവിഷൻ ഓഫ് വർക്ക് ആയിരിക്കും നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 9 to 5 ജോബ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. ഞാൻ ഇപ്പൊ ഈ ഇടയായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. ഈ നമ്മുടെ റീൽസിനകത്തും ഇൻസ്റ്റയ്ക്കകത്തും യൂട്യൂബിനകത്തും എല്ലായിടത്തും 9 to 5 ബോർ ജോബാണ്, ബിസിനസ്സിലോട്ട് വരണം, അല്ലെങ്കിൽ സ്വന്തം ഓണ്ടർപ്രണർഷിപ്പ്, അതൊക്കെ പറഞ്ഞു, അതൊക്കെ ഓക്കെ. പക്ഷെ 9 to 5 ജോബ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖം അല്ലേ. നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ട്, അത് നമുക്കൊരു സാലറി കിട്ടുന്നുണ്ട്, നമുക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു സാറ്റർഡേ സൺഡേ അവധി, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നല്ലൊരു പാക്കേജ് ആണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എനിക്ക് അത് വേണം, അങ്ങനെ അങ്ങനെ ആഗ്രഹം കൂടി 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 കൂടി, അല്ലെങ്കിൽ എന്താ, കുറച്ചും കൂടി അധികം ഇപ്പം എനിക്ക് പറ്റത്തില്ല, ഞാൻ 9 to 5 ടൈപ്പ് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ അറിയാം നിങ്ങൾക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ സമയം എന്നുള്ള സ്ഥിതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കോൺഫിഡൻസ് ഉള്ള സ്ഥിതിയിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാൻ ലെക്ചർ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി കേട്ടോ. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്, നമ്മൾ ആ 9 to 5 വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോ നമ്മൾ നല്ല ടയേർഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രത്യേകിച്ച് ഞാൻ കൊല്ലംകാരിയാണേ. അപ്പൊ കൊല്ലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ പൊന്നോ, ബ്ലോക്ക്. ഇവിടെ ഇപ്പം റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അമ്മാതിരി ബ്ലോക്കാ. നമ്മളൊക്കെ ആണെങ്കിൽ സ്കൂട്ടറിനകത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നിന്ന് 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 കൈക്കൊക്കെ നല്ല വേദനയും പെരുപ്പുവാ. ഒരുപാട് എന്താ ബ്ലോക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ബൈക്കുകളൊക്കെ ആണെങ്കിൽ ഇടിച്ച് കയറ്റിക്കൊണ്ടോ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നത്. നമ്മൾ അതിന്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോവും. ച്ചാ വേറെ വഴിയില്ലല്ലോ. അതിന്റെ കൂടെ ബസ്, സൂപ്പർ ഫാസ്റ്റ്, പ്രൈവറ്റ്, അങ്ങനെ ഹോണടി. ഓ, വല്ലാത്തൊരു സഫക്കേഷൻ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഫുള്ള് നമ്മളങ്ങ് ടയേർഡ് ആവും. നമ്മൾ ഒന്നാമത് ഓഫീസിൽ നമുക്ക് ഒരുപാട് ജോലികൾ കാണും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ജോലികൾ കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ബ്ലോക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ചില ആൾക്കാരുടെ ഓഫീസുകൾ എന്തായിരിക്കും, നല്ല ബഹളമായിരിക്കും, ആൾക്കാർ വരുന്നേം പോകുന്ന ഓഫീസായിരിക്കും. അങ്ങനെ ഫുള്ള് ഒരു സ്ട്രെസ് രീതിയിലുള്ള ഒരു ജോബ് കഴിഞ്ഞിട്ട്, ബ്ലോക്കും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ആ ടൈം. ഓക്കെ. നമുക്ക് ഒരു 5 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു സമയമല്ലോ, സമയമുണ്ടല്ലോ. അത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. അത് നല്ല അടിപൊളി സമയമാണ്. ഓക്കെ. ഈവനിങ്, ആ ഈവനിങ് വൈബ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ. നമുക്ക് നല്ല എനർജി വേണം. നമ്മൾ എനർജി ഡ്രെയിൻ ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കാട്ടി കൂട്ടിയിട്ട് കയറി കിടക്കും. പിറ്റേന്ന് രാവിലെ ആവും, ഇതേ കണക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്, നമ്മൾ ലൂപ്പിൽ പെട്ടുപോയി എന്ന് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ലൂപ്പിൽ പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. ഓക്കെ, ഞാനിപ്പം ജോബ് കഴിഞ്ഞിട്ട് വന്നു, ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ഇനി എന്റെ ടൈം നല്ല എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോവാന്ന് ആലോചിക്കാം. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം കണ്ടെത്തണം. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെഷനാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് ആണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയാവോ? നമ്മൾ ജസ്റ്റ്, ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ, ലേഡീസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ബോയ്സ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും എന്ത് ചെയ്യാ, നിങ്ങൾ സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും വർക്കിൽ നിന്നായാലും എവിടെ നിന്നാണെങ്കിലും വന്നു കഴിഞ്ഞ് ഉള്ള ഒരു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? ജസ്റ്റ് നിങ്ങൾ ആ ഹെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹെയർ അഴിച്ചിട്ടിട്ട് ഒന്ന് പതുക്കെ നമ്മുടെ ഫിംഗേഴ്സ് എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നല്ല സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക. ഓക്കെ. വന്നു കഴിഞ്ഞ് മുഖം കഴുകി ഫ്രഷായി നിങ്ങൾ കൈയും കാലും കഴുകുക, അങ്ങനെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചായ കുടിക്കണമെങ്കിൽ കുടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചേക്കുക. ആ സ്പേസിൽ വന്നിരിക്കുക. അത് എവിടെ ആണെങ്കിലും, ഇപ്പൊ ടെറസിലാണെങ്കിൽ ടെറസിൽ അവിടെ വന്നിരിക്കുക. ഒരു 15 മിനിറ്റ് കാര്യമുള്ളൂ. നമുക്കിതൊരു സീരിയസ് ആയിട്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നു, ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളെ ഇയറിങ്സ്, ബാംഗിൾസ് എല്ലാം എടുത്ത്, എനിക്കാണെങ്കിൽ ഈ ഒന്നും ഇട്ടേക്കുന്ന ഇഷ്ടമല്ല, ഫുള്ള് എടുത്ത് കളയും. കമ്മലും മായ എല്ലാം എടുത്ത് കളയും. അല്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ അല്ലേ, ബണ്ണെല്ലാം അഴിച്ച്
വൃത്തിയാക്കി വാച്ച് കോരി വെക്കുന്നു, നമ്മളെ ബാഗെല്ലാം കൂടെ കറക്റ്റ് പൊസിഷനിൽ വെക്കുന്നു, നമ്മളൊന്ന് ഓക്കെ ആവുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചൊന്ന് ഫ്രഷ് ആവുക, പോയി കുളിക്കുക. കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എനർജി വരും. ആ കുളിച്ച് നല്ല ഫ്രഷ് ആയി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ വരിക. നിങ്ങളുടെ റൂം ആയിരിക്കാം, ടെറസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഈ സ്ഥലം ഒന്ന് ക്രിയേറ്റീവ് ആക്കി എടുക്കണം കേട്ടോ. കേട്ടോ, അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വരിക. അപ്പം വന്നിട്ട് നമ്മൾ കാമായിട്ട് ഇരിക്കുക. നമുക്ക് യോഗ ചെയ്ത് തുടങ്ങാം. ഓക്കെ, യോഗ ചെയ്ത് തുടങ്ങാം. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് സംസാരിച്ചു പോയി. നമുക്ക് യോഗ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പൊസിഷനിൽ വന്ന് കാമായിട്ട് ഇരിക്കുക, നൈസായിട്ട്. ചുറ്റും വേറെ സൗണ്ടുകളൊന്നും ഇല്ലാതെ, അല്ല, ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിച്ച് സ്വസ്ഥമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിൽ ഉടനെ വന്ന് എവിടെയെങ്കിലും ഇരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വേണം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം, കാല് നീട്ടി കൈ ബാക്കിലോട്ട് കുത്തി റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു പൊസിഷനായി നമ്മൾ ബീച്ചിലൊക്കെ ഇരിക്കുന്ന കണക്ക് കൈ ബാക്കിൽ കുത്തി കാല് നീട്ടി ഇരിക്കുക. കൈ നീട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം വേണം കേട്ടോ കണ്ടുപിടിക്കാൻ. എന്നിട്ട് സാവധാനം ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രീത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും ശ്രദ്ധിക്കുക. Slowly inhale, exhale. Inhale, exhale. Inhale, exhale. നിങ്ങളുടെ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സാവധാനം സുഹാസനയിലേക്ക് വരിക. ബ്രീത്ത് കണ്ടിന്യൂ ചെയ്യുക. കൈ നമസ്കാര മുദ്ര പിടിച്ച് തല പതുക്കെ കുനിച്ച് നമസ്തേ. ഓപ്പൺ യുവർ ഐസ് വിത്ത് എ സ്മൈൽ. നമുക്ക് ചെയ്തോളാം. നമ്മള് രാവിലെ തൊട്ട് നമ്മൾ ഒരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സാവധാനം നമ്മളെ നെക്ക് വെച്ച് തുടങ്ങും. ഓക്കെ, പതുക്കെ കഴുത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിടുക. സർക്കുലാർ മോഷൻ. സാവധാനം നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക കഴുത്തിന്. ഇൻഹേൽ എക്സേൽ ചെയ്യുക. നിങ്ങൾ എൻജോയ് ചെയ്യുക. കഴുത്തിന് ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. പതുക്കെ സർക്കിള് തിരിച്ചു വരിക. റിവേഴ്സ് ദ സർക്കിൾ. Slowly. One more time. Center. സാവധാനം മുകളിലോട്ടും താഴോട്ടും. ഇൻഹേൽ, എക്സേൽ താഴോട്ടും. ഇൻഹേൽ മുകളിലോട്ട്, എക്സേൽ താഴോട്ട്. ഒരു വട്ടം ഇൻഹേൽ, എക്സേൽ. ഹോൾഡ് ഹോൾഡ് ഹോൾഡ്. എക്സേൽ ചെയ്തിട്ട് ആ പൊസിഷൻ തന്നെ ഇരിക്കുക. കൈ വിരലുകൾ എടുത്ത് എന്നും ചെറുതായിട്ട് നോക്കി കൈ വിരലുകൾ എടുത്ത് നമ്മൾ കഴുത്തിന് ബാക്ക് നല്ലൊരു മസാജ് കൊടുത്തേ. നല്ലൊരു മസാജ് ഇങ്ങനെ ഒരു മസാജ് കൊടുത്തോ.
കാരണം നമ്മള് ഒരുപാട് ഒരു മിനിറ്റേ നമ്മള് രാവിലെ തൊട്ട് ഇങ്ങനെ ചിലപ്പം ഫോൺ നോക്കുന്നുണ്ടായിരിക്കും, സിസ്റ്റം നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക, നല്ലൊരു മസാജ് കൊടുക്കുക. റിലാക്സ്. ഇനി അത് കണക്ക് തന്നെ നമ്മളെ ഫോർഹെഡിന് നല്ലൊരു മസാജ് കൊടുക്കുക. കണ്ണുകൾ അടച്ച് ഫോർഹെഡിന് നല്ലൊരു മസാജ് കൊടുക്കുക. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ. ഇനി കണ്ണുകൾ പതുക്കെ ഒന്ന് ഒരു ചെറിയ പ്രഷർ കൊടുത്ത് അടയ്ക്കുന്നു, തുറക്കുന്നു. കണ്ണു തുറക്കണ്ട, കൈ വെച്ച് കണ്ണുകൾ അടയ്ക്കുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു, തുറക്കുന്നു. കണ്ണിൽ ചെറിയൊരു പ്രഷർ കൊടുക്കുന്നു. കണ്ണ് നമ്മൾ രാവിലെ തൊട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നല്ല സ്നേഹത്തോടു കൂടി കണ്ണ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ, ക്ലോസ്, ഓപ്പൺ. കണ്ണിൽ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ക്ലോസ്, ഓപ്പൺ, ക്ലോസ്, ഓപ്പൺ, ക്ലോസ്, ഓപ്പൺ. ലാസ്റ്റ് ടൈം ക്ലോസ്, ഓപ്പൺ. സ്ലോലി കണ്ണ് ഓപ്പൺ ചെയ്യുക. കണ്ണൊരു സുഖം കിട്ടിയില്ലേ? ഇനി കണ്ണ് പതുക്കെ നല്ല ഇറുക്കി അടയ്ക്കുന്നു, തുറക്കുന്നു, ഇറുക്കി കണ്ണ് അടയ്ക്കുന്നു, തുറക്കുന്നു. വൈഡായിട്ട് ഓപ്പൺ ചെയ്യുക. അടയ്ക്കുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു, തുറക്കുന്നു. രണ്ടു വട്ടം കൂടി. ഓക്കെ, റിലാക്സ്. കണ്ണിന് നല്ലൊരു മസാജ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പകുതി നമ്മളെ ക്ഷീണങ്ങളൊക്കെ മാറും. കാരണം കണ്ണാണ് രാവിലെ തൊട്ട് നമുക്ക് വേണ്ടിയിട്ട് കാണുന്നതും എഴുതുന്നതും എല്ലാം. അപ്പം നമ്മളെ ക്ഷീണം എല്ലാം മാറും. സാവധാനം കഴുത്തിനൊരു സ്ട്രെച്ച് കൊടുക്കും. നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മൾ കയ്യിൽ ഒരാളുടെ തോളിൽ കിടക്കുന്നതാണ് കുഞ്ഞിമേ, അത് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തേ. നമ്മളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്യുക. ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കുട്ട ദിവസമൊക്കെ? ഓക്കെ. അതേ കണക്ക് തന്നെ ഓപ്പോസിറ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് പാമ്പർ ചെയ്യുക. യു ആർ ഓസം, യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നീ അടിപൊളിയാ. നീ നീ എന്താ പറഞ്ഞ? നീ പൊളിയാണാ, നീ കിട്ടിലാണ്, നീ വേറെ ലെവലാണ്. ഇതിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മോട്ടിവേഷൻ അല്ല, നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ എന്നെ ഒന്ന് പറയാം. യു ആർ സൂപ്പർ, യു ആർ എ സൂപ്പർ വുമൺ, യു ആർ എ സൂപ്പർ ഹീറോ. എനിക്കൊന്ന് പറഞ്ഞേ, ഞാൻ തിരിച്ച് പറഞ്ഞു. ഓക്കെ. ഓക്കെ. നമ്മൾ ഇനി പതുക്കെ ഷോൾഡർ ഒന്ന് റൊട്ടേറ്റ് കൊടുക്കുക. ഇൻഹെയിൽ, എക്സെയിൽ ത്രൂ മൗത്ത്. പതുക്കെ ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. റൊട്ടേഷൻ തിരിച്ചുകൊണ്ടുവരാം. ഇൻഹെയിൽ, എക്സെയിൽ. ഇനി നമ്മൾ പതുക്കെ കൈ നേരെ വെച്ചിട്ട് ഈ ബാക്കിലോട്ട്, കണ്ടോ, ബാക്കിലോട്ട് നോക്കുക. ഈ സൈഡ് ബാക്കിലോട്ട് നോക്കുക. കണ്ടോ, ഒരു ട്വിസ്റ്റ്. നമുക്ക് നമ്മുടെ സ്പൈനിന് ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ പോകും നമ്മൾ, കേട്ടോ. അപ്പം എക്സെയിൽ, എക്സെയിൽ, എക്സെയിൽ. എൻജോയ്. നിവർന്നിരിക്കുക. നമ്മുടെ ബാക്കില് നിങ്ങൾ കസാരയിൽ ഇരിക്കുന്ന കുറെ നേരം ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന ജോലികളല്ലേ? കൈ
അതുകൊണ്ട് നമ്മളെ ബാക്ക് ബോണിനൊക്കെ നല്ലൊരു സ്ട്രെച്ച്, ഒരു മസാജ് ഉണ്ടെങ്കിൽ അടിപൊളി. അതൊന്ന് എൻജോയ് ചെയ്ത് നമ്മൾ ബാക്കിൽ. ഞാൻ ചുമ്മാ അതിശോക്തിയായിട്ട് കാണിക്കുന്നില്ല, നല്ല സുഖമുണ്ട്. റിലാക്സ്. കൈ കോർത്ത് ബാക്കിൽ പിടിക്കുക. ഓക്കെ, എന്നിട്ട് സാവധാനം ഇൻഹേൽ, ഇൻഹേൽ, എക്സേൽ. കാണുന്നുണ്ടോ? ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, ഇപ്പൊ ഇങ്ങോട്ട് എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ജസ്റ്റ് നല്ലോണം ബ്രീത്ത് ഇൻഹേൽ ചെയ്തിട്ട് എക്സേൽ സ്ലോലി. Inhale, exhale. Inhale, exhale. നിങ്ങളെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ബോഡി സ്ട്രെച്ച് ശ്രദ്ധിക്കുക. സെന്ററിലോട്ട് വരിക. ഈ പൈ പതുക്കെ 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 കൊണ്ടുപോയി കാണിച്ചു തരാം. പതുക്കെ 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 കൊണ്ടുപോയി എനിക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് അതുമല്ല ഇങ്ങനെ എവിടെ വരെയാണോ പറ്റുന്ന അത്രയും നിൽക്കാം. ഓക്കെ, അപ്പൊ നല്ല എഴുത്. എനിക്ക് മുതുവിന് നമ്മളെ ബാക്ക് ബോൺ ഒരു സ്ട്രെച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ അതാണ് എന്റെ ടാർഗറ്റ്, എനിക്ക് അത് അച്ചീവ് ചെയ്യണം അങ്ങനെയില്ല. നമ്മളെ ബാക്ക് ബോൺ സ്ട്രെച്ച് ഇടുന്ന അത്രയും. എനിക്ക് ഞാൻ കുറെ നാളായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അത്രയും ചെയ്താലെങ്കിലും സ്ട്രെച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ സ്ട്രെച്ച് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യും. ഓക്കെ, എന്റെ സൗണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾ അവിടെ നല്ലപോലെ സ്ട്രെച്ച് ശ്രദ്ധിച്ച് നല്ലോണം കമിഴ്ന്ന് കിടക്കുക. നമ്മുടെ ബാക്ക് ബോണിൽ കിട്ടുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കുക. ബാക്ക് ബോണ് നല്ല ഒരു സ്ട്രെച്ച് കിട്ടും. നമ്മളെ ബട്ടക് റീജിയനിൽ നിന്നും മുകളിലോട്ട് നല്ല ഒരു സ്ട്രെച്ച് കിട്ടും. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. സാവധാനം ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. പതുക്കെ കൈ മുമ്പിലോട്ട് വെക്കുക. സാവധാനം നിവർന്ന് 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 നട്ടെല്ലാം നിവർത്തി 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 സിറ്റ് സ്ട്രേറ്റ് നിവർന്നിരിക്കുക. കൈകൾ നമസ്കാര മുദ്ര പിടിക്കുക. നമ്മൾ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങള് ഒരു ബീച്ചിന്റെ തീരത്തിരിക്കുന്നതൊക്കെ ഇമാജിൻ ചെയ്യുക. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കണ്ണുകൾ അടച്ചിരിക്കുക. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ബീച്ചിന്റെ തിരമാലകളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. നല്ല ഇരുട്ടാവാറായ ഒരു ഈവനിങ് നേരം. തണുത്ത കാറ്റും തിരമാലയുടെ സൗണ്ടും മണൽത്തരികളും ഒക്കെ ഇമാജിൻ ചെയ്യുക. നല്ലൊരു ബ്രീത്ത്, ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. ഇൻഹേൽ ത്രൂ യുവർ നോസ്, എക്സേൽ ത്രൂ യുവർ മൗത്ത്.
Slowly inhale, exhale. നമുക്കിന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലോർക്കുക. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് ഡേ. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, എനിക്ക് വേണ്ടിയിട്ടാണ് അവർ. എന്തൊക്കെ ജോലി കഴിഞ്ഞും സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വന്നു കയറാൻ എന്നുള്ള സ്ഥലമാണ് എൻ്റെ ഫാമിലി. ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഫാമിലി, നിങ്ങളെ ഫ്രണ്ട്സ് ആയിരിക്കും ഫാമിലി. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് ഡേ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. നാളത്തെ ദിവസം ഇതിൽ നിന്നും എഫിഷ്യൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. നാളത്തെ ദിവസത്തേക്കുള്ള ഒരു അല്ലെങ്കിൽ ഒരു ടാസ്ക് ടു ഡു ലിസ്റ്റ് ഞാൻ എന്നെ എഴുതി വെക്കുമെന്ന് മനസ്സിലുറപ്പിക്കുക. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ടെന്ന് മനസ്സിലുറപ്പിക്കുക. ഐ ലവ് യു സോ മച്ച്. ഈ സൗണ്ട് കേൾക്കുന്ന ഓരോരുത്തരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ എന്താ മെനക്കെട്ട് എനിക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. താങ്ക് യു ഓൾ. പതുക്കെ കൈകൾ കൂട്ടിത്തിരുമ. ആ ചൂട് മുഖത്ത് വയ്ക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക. നമസ്തേ. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. ഈവനിങ് അടിച്ചു പൊളിക്കുക, വൈബാക്കുക. ബൈ. നമ്മുടെ സീരീസിന്റെ അടുത്ത ദിവസത്തെ കാര്യം ഞാൻ അടുത്ത ക്ലാസ് പറയാം. ഓക്കെ ബൈ.